ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉപ്പിനെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട ഒരു വീഡിയോയുടെ ഇതിൻ്റെ തന്നെയായിട്ടാണ്. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിൻ്റെ ഇതായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ കൂടുതലും സബ്സ്ക്രൈബേഴ്സ് പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാൻ മേലാത്താണെങ്കിൽ പോലും ഞാനത് മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പറയാറുണ്ട്. പിന്നെ കുറേ പേര് ഇതിന് ഇതായിട്ട് വന്ന് പറയാനായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ ഒന്നാമത് വീഡിയോ ഫുള്ള് കാണുക, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്നെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം കമൻറ്റ് ഇടുക. അല്ലാതെ തമ്പനയിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ തുടക്കം കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ഇടുന്ന കണ്ടിട്ടോ അതിൻ്റെ ബാക്കിയായിട്ട് വന്നിട്ടായിട്ട് നിൽക്കരുത്. വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുന്നവരെ നമുക്ക് അതിനകത്ത് കമൻറ്റ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അതുപോലെ നിങ്ങൾ കമൻറ്റ് ഇടുക, അല്ലാത്തത് നിങ്ങൾ കമൻറ്റ് ഇടേണ്ട, പൊക്കോളുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റിലൂടെ ചോദിച്ചാണ് പേഴ്സിൽ പൈസ നമ്മൾ വരാനായിട്ട് എന്നതാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. പേഴ്സിൽ പൈസ നിൽക്കാനായിട്ട് എല്ലാവരും പറയാറുണ്ട്. ചില പേഴ്സ് നമുക്ക് ലക്കി പേഴ്സ് എന്ന് പറയുന്നുണ്ട്. ചില പേഴ്സ് നമ്മൾ കൈ വെക്കാൻ പറയും, എത്ര പൈസ ഇരുന്നാലും ഇരിക്കുകയില്ല, അത് നമുക്ക് ചിലവായി പോകും, എന്നുവെച്ചാൽ നമുക്കൊന്നും കരുതി വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിനെ പറ്റിയാണ്. അതിന് വേണ്ടി നമ്മൾ ജോലിക്ക് പോകണം. ജോലിക്ക് പോകാതെ പേഴ്സിൽ തന്നെ പൈസ വരുമെന്ന് ഇന്ന് വരെ ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. എൻ്റെ ഈ കാണുന്ന വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതിനുള്ള പ്രയോജനം, നമുക്ക് എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് പ്രയോജനമില്ല എന്ന് പറയുന്നവർ ഇതാണ് ഞാൻ കൂടുതലും പറയുന്നത്. അല്ലാതെ ചുമ്മാ ഇരുന്നാൽ പൈസ വന്ന് പേഴ്സിലോട്ട് ചാടിക്കറി ഇരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെയൊക്കെ കണ്ടുവച്ച് കമൻറ്റ് ഇടാനായിട്ട് നിൽക്കേണ്ട. ഞാൻ എടുത്ത് പറയുന്നുണ്ട്, നമ്മൾ ജോലിക്ക് പോകണം. ജോലിക്ക് പോകുന്ന പൈസ നമുക്ക് ചിലവായി നമുക്ക് നമ്മുടെ കൈ നമുക്ക് സ്വരുക്കൂട്ടി വെക്കാൻ പറ്റുന്നില്ല. അതിനായിട്ടുള്ളൊരു വീഡിയോ ആണ് പറയുന്നത്. അപ്പോൾ പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൈസ വെക്കുന്ന ഒരിതാണ്. അപ്പം നമ്മൾ പൈസ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പൈസ നമ്മൾ അലസമായിട്ട് ഇടരുത്. അതെന്ന് പറഞ്ഞാൽ തന്നെ പേഴ്സ് നമ്മൾ അലസമായിട്ട് എവിടെയെങ്കിലും കൊണ്ടേ വലിച്ചെറിയരുത്. പേഴ്സിനകത്ത് നമ്മൾ പൈസകൾ മാത്രം വെക്കുക. അതിനകത്ത് ആവശ്യമില്ലാത്ത തുണ്ട് പേപ്പറുകൾ വെക്കാതിരിക്കുക. ഈ മരുന്നിൻ്റെ പ്രത്യേകിച്ച് മരുന്നിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ, പിന്നെ ഈ ആരെങ്കിലും ഒരു ഫോൺ നമ്പർ എടുത്തെന്നാൽ അത് വെക്കുക, അല്ലെങ്കിൽ എന്നത്തിൻ്റെങ്കിലും ഒക്കെ ഒരു ബില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പേഴ്സിനകത്ത് അത് വെക്കും. അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മളെടുത്ത് കളയല, അതിനകത്ത് ഇരിക്കും അത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പേഴ്സിൽ വെക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പൈസ വെക്കുന്ന പേഴ്സിൽ അങ്ങനെ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാണ്ട് ATM കാർഡൊക്കെ വെക്കാമോ എന്ന് ചോദിക്കാണ്ട്, അതൊക്കെ നമുക്ക് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ATM കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അതൊക്കെ നമുക്ക് പൈസയുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്, അതൊക്കെ വെക്കാം. അല്ലാതെ ഈ ചീട്ടുകൾ, കുറുപ്പടികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും, ഈ കടയിലെ ബില്ലുകൾ, അതൊന്നും പേഴ്സിനകത്ത് നിങ്ങൾ വെക്കാതിരിക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സ് നമുക്ക് ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ തരുന്ന പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ വിഷുവിനൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തരുന്നല്ലോ. ആ പൈസകൾ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാതെ അത് നമ്മുടെ പേഴ്സിൽ തന്നെ നമ്മൾ കഴിവതും സൂക്ഷിക്കാൻ നോക്കുക. അത് നമ്മൾ കിട്ടുന്ന ഉടനെ അതെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. പിന്നെ കടം മേടിക്കുന്ന പൈസ പേഴ്സിൽ വെക്കാതിരിക്കുക. നമുക്കൊരാൾ കടം തരുന്ന പൈസ, കടത്തിന് നമ്മളിപ്പോൾ ഒരാൾ കടമായിട്ട് ചോദിക്കത്തില്ലേ, അത് നമ്മളൊരു കടമായിട്ട് മേടിക്കുന്നതാണ്. ആ പൈസ നമ്മുടെ പേഴ്സിൽ വെക്കാതിരിക്കുക. ചില പേഴ്സുകളുണ്ട് പച്ച കളർ പേഴ്സ് നല്ലതാണ്, പിന്നെ ബ്രൗൺ കളർ പോലത്തെ പേഴ്സ് നല്ലതാണെന്ന് പറയാറുണ്ട്. പിന്നെ ചിലർക്ക് നമുക്ക് ഓരോരോ രാശിയായിട്ടുള്ള പേഴ്സുണ്ട്, അത് ബ്ലാക്കും ഒക്കെ കാണും. പക്ഷേ ഇങ്ങനെയുള്ള കളറുള്ള പേഴ്സൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. പിന്നെ പേഴ്സിനകത്ത് നമ്മൾ പൈസ വരാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഉപ്പെന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയും ചെയ്തപ്പോൾ ഞാൻ ഉപ്പിനെ കുറിച്ച് പറഞ്ഞു. അത് നമ്മൾ പറയുന്നതല്ല, മറ്റുള്ളവർ കേൾക്കുകയും അതിനുള്ള കമൻറ്റ് ഇടുകയും ചെയ്യുന്നത്. ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നെഗറ്റീവായിട്ടുള്ള സാധനത്തിനെ എടുത്ത് കളയുന്ന ഒരു സാധനമാണ് ഉപ്പ്. അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് കൊണ്ടുവരുന്നതാണ്. നമ്മൾ ഈ നെഗറ്റീവിനെ കളയാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ ഉപ്പ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പേഴ്സ് നമ്മൾ വെക്കുന്ന പറഞ്ഞാൽ ഒരു 2-3 കല്ലുപ്പ് എടുക്കുക. ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ചെറിയ സൈസ് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഇത് കിട്ടും, ഈ കവർ പോലത്തെ ഒക്കെ കിട്ടും, അതിനകത്താക്കുക. എന്നിട്ട് ഒരെണ്ണത്തിനകത്തോട്ട് നമ്മൾ പച്ചക്കർപ്പൂരം എന്ന് പറയും. പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ വിളക്കിനൊക്കെ അമ്പലത്തിലൊക്കെ പൂജയ്ക്കൊക്കെ ചെയ്യുന്ന സൈസ് കർപ്പൂരമല്ല, ഇത് അങ്ങാടിക്കട മേടിക്കാൻ കിട്ടും. പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ അത്രയും കർപ്പൂരം വേണം നമ്മൾ മേടിക്കാനായിട്ട്. അത് അങ്ങാടിക്കട മേടിക്കാൻ കിട്ടും. ആ പച്ചക്കർപ്പൂരം ഒരു പാത്രത്തിലാക്കി നമ്മൾ ഒരു കവറിലാക്കി നമ്മൾ മാറ്റിയെടുക്കുക. അത് ഒരിടത്തേക്ക് പൊതിഞ്ഞ് അങ്ങനെ ഇത് രണ്ടായിട്ട് നമ്മൾ വെക്കുക. പേഴ്സിനകത്തോട്ട് ചുമ്മാ കൊണ്ടുപോയി നമ്മൾ ഉപ്പും ഈ കർപ്പൂരം കൂടി ഇടരുത്. ഉപ്പ് അലുത്ത് പോകുന്ന സാധനമാണ് പേഴ്സിനകത്ത് അലുത്തത്. അത് പേഴ്സ് ഇതായി പോകത്തേ ഉള്ളൂ. പിന്നെ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മുടെ പേഴ്സിൽ വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്കതിന് പോസിറ്റീവായിട്ടുള്ളൊരിതാണ് നമ്മുടെ പേഴ്സിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ജോലിയാണെങ്കിലും നമുക്ക് അതിനുള്ള ഈ സാമ്പത്തികം ഉണ്ടാകാനുള്ള വഴികളാണെങ്കിലും നമുക്ക് തെളിഞ്ഞു കിട്ടും.
അപ്പോൾ അങ്ങനെ അതിനുള്ള വഴികൾ നമുക്കതിൽ ഓരോന്നും ഇപ്പോൾ ജോലിയാണെങ്കിലും നമുക്ക് നല്ലൊരു ഇച്ചിരിയുടെ ഉയർച്ചയുള്ളൊരു ജോലി കിട്ടും. പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കുന്നവർ കാണും ചിലർ. നമ്മൾ അങ്ങനെ സാമ്പത്തികമായിട്ട് നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഒരു സമയത്ത് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ പൈസ കടം കൊടുത്തത് അത് കിട്ടാതിരിക്കുന്ന പൈസ അത് നമ്മൾ കിട്ടുകയെന്ന് വിചാരിച്ചു അങ്ങനെയുള്ള പൈസകൾ നമുക്ക് തിരിച്ച് കിട്ടുക. അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഈ ഉപ്പും കർപ്പൂരവും കൂടെ പച്ചക്കർപ്പൂരവും കൂടെ പേഴ്സി വെച്ചാൽ അത് നല്ല ഇതായിട്ടുള്ള കാര്യമാണ്. 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുന്ന ഒരു കാര്യമാണ്. 100% റിസൾട്ട് കിട്ടുന്നതാണ്. അത് വെച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. പിന്നെ ഈ ചിലരൊക്കെ വന്നിച്ച് പറയും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ അവരുടെ പേഴ്സിൽ നോക്കിയാൽ ചിലപ്പോൾ കാണാം ഈ പച്ചക്കർപ്പൂരവും ഉപ്പും ഒക്കെ അവരുടെ പേഴ്സിലും കാണും. അവരൊക്കെ ഇത് എന്നറിയാം, ചിലർക്ക് ചില കുശുമ്പ് പിടിച്ച സ്വഭാവമുണ്ട്. എനിക്കൊരു കാര്യം കിട്ടി അത് വേറൊരാൾക്ക് കിട്ടരുത് എന്നുള്ള ചിലർക്കുണ്ട്. അങ്ങനെയുള്ളവരെന്നറിയോ വന്നിതിന് നെഗറ്റീവ് പറയും. അപ്പോൾ ഇതറിയാൻ മേലാത്തൊരു വന്നേച്ച് ഇത് കാണുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കും ഓ ശരിയാ ഇത് ചുമ്മാ പറയുന്നതാണ്, ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ കമൻറ്റ് ഇട്ടവരായിരിക്കും ആദ്യം ഇങ്ങനൊരു കാര്യം അവർ വീട്ടിൽ ചെയ്യുന്നത്. അതിനൊരു സംശയവും ഇല്ല. അങ്ങനെയുള്ളവരാണ് ഇത് ശരിക്കും ഇത് ഇല്ല 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 എന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്നവർ. അവർക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അവരത് വേറൊരാളോട് പറയത്തില്ല. അങ്ങനെ മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഈ കമൻറ്റിലൂടെ ഒന്നിച്ച് ചിലർ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് അന്നേരം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. മറ്റൊരാൾ ഇടുന്ന കമൻറ്റ് കണ്ട് നിങ്ങൾ നെഗറ്റീവ് പറയുന്ന കമൻറ്റുകൾ കണ്ട് നിങ്ങളത് വിശ്വസിക്കില്ല. അപൂർവം മനുഷ്യരേ ഉള്ളൂ അവർക്ക് കിട്ടുന്ന റിസൾട്ട് വന്നിച്ച് എനിക്ക് കിട്ടി എന്ന് പറയുന്നവർ. ചിലർ അത് അങ്ങനല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ മണ്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സ് എന്ന് പറഞ്ഞാൽ കീറിയ പേഴ്സ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കീറിയ പേഴ്സ്, സിബ് പോയ പേഴ്സ്, അങ്ങനെയുള്ള പേഴ്സുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക. അങ്ങനെയുള്ള പേഴ്സുകൾ ഉപയോഗിച്ചാൽ അതൊക്കെ ഒരു നമുക്കൊരു നെഗറ്റീവ് വരുത്തുന്നതാണ്. അങ്ങനെ ഈ മുഷിഞ്ഞ സൈസ് പേഴ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പേഴ്സൊക്കെ നമുക്കൊരു നെഗറ്റീവാണ് അതൊക്കെ വരുത്തുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പേഴ്സുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ നല്ല പേഴ്സ് കീറി കഴിയുമ്പോഴത്തേക്ക് അതിനൊക്കെ നല്ലൊരു പേഴ്സ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സിബ് പോയതാണെങ്കിൽ ആ സിബ് നിങ്ങളൊന്ന് ശരിയാക്കിയെങ്കിലും നിങ്ങൾ ചില പേഴ്സുണ്ട് ചിലർക്ക് പുറമേ നോക്കി ഒരു കുഴപ്പവും കാണത്തില്ല, അത് നമ്മുടെ ലക്കി പേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സിബൊക്കെ ആയിരിക്കും പോയേക്കുന്നത്. അപ്പോൾ അങ്ങനെ സിബൊക്കെ പോയതാണെങ്കിൽ സിബ് മാത്രമായിട്ട് നിങ്ങളൊന്ന് ശരിയാക്കി എടുക്കുക. അങ്ങനെയാണെങ്കിലും ചെയ്യണം. അല്ലാതെ പേഴ്സ് പന്നലായിട്ട് ഒരിക്കലും നിങ്ങൾ കൊണ്ട് നടക്കരുത്. പിന്നെ പേഴ്സ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടോട്ടെങ്കിലും നമ്മൾ വലിച്ചെറിയരുത്. നമ്മളത് വെക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം നമ്മൾ അതിനുവേണ്ടി കരുതണം. തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടരുത്. അതിനകത്തിരിക്കുന്ന പൈസയാണ്. പൈസയെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു സാധനമാണ്. നമ്മൾ പൈസയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്തേക്ക് പൈസ വരുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും വരികയില്ല. അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പിന്നെ നമ്മൾ ചെന്നാൽ നമുക്കൊട്ട് കിട്ടത്തുമില്ല. അത് നമ്മുടെ കയ്യിലുള്ള സമയത്ത് നമ്മളത് 1 രൂപയാണെങ്കിൽ 1 രൂപ നല്ലതായിട്ട് വെക്കുക. അതുപോലെ പേഴ്സിൽ ചിലർ പൈസ ചുമ്മാ വല്ലാതെ ചുരുട്ടിക്കൂട്ടി വെക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ചുരുട്ടിക്കൂട്ടി പേഴ്സിൽ പൈസ വെക്കല്ലേ. പൈസ നിവർത്ത് തന്നെ വെക്കുക. അതുപോലെ കീറിയ നോട്ടുകൾ, മുഷിഞ്ഞ നോട്ടുകൾ ഇതൊന്നും പേഴ്സിൽ വെക്കാതിരിക്കുക. നമ്മൾ ഈ പൈസ വെക്കുന്ന പേഴ്സുകൾ അതൊക്കെ മാറ്റി വെക്കുക. നല്ല നോട്ടുകൾ പേഴ്സിൽ വെക്കുക. വെക്കുമ്പോൾ എപ്പോഴും അടുക്കി വൃത്തിയാക്കി വെക്കുക. അത് കാണുമ്പോൾ തന്നെ നമ്മൾ പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ തന്നെ അതിനൊരു ഐശ്വര്യം വേണം. എന്നാലേ നമ്മുടെ പേഴ്സിലേക്ക് നമുക്ക് വീണ്ടും പൈസ വന്നു ചേരുകയുള്ളൂ. പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട് കർപ്പൂരവും ഉപ്പും വെച്ചേച്ച് പേഴ്സും കൊണ്ട് ചുമ്മാ വീട്ടിൽ ജോലിക്ക് പോകാതിരുന്നാൽ പട്ടിണി കിടന്ന് ചത്തു പോകത്തേ ഉള്ളൂ. പണിക്ക് പോകണം. പണിക്ക് പോകുന്ന പൈസ നമ്മുടെ കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പൈസ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 100 ആവശ്യങ്ങളായിരിക്കും. ചിലപ്പോൾ ചുമ്മാ പാഴ്ചെലവ് പോലെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. ഒരാവശ്യമില്ലാത്ത കാര്യമായിരിക്കും നമുക്കത്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി പൈസ മുടക്കും. ആ പൈസ ചിലവാക്കി നമ്മൾ ആ പൈസ പോയി കഴിയുമ്പോഴേക്കും അത് വേണ്ടായിരുന്നു, അതിപ്പോൾ ആവശ്യമുള്ള കാര്യമല്ലായിരുന്നു, ആ പൈസ കൈ വെക്കായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ ഒരു നെഗറ്റീവാണ്. നമുക്കതൊക്കെ ആ നെഗറ്റീവിലൂടെയാണ് നമ്മുടെ പൈസയൊക്കെ നമ്മുടെ നിന്ന് പുറത്തോട്ട് പോകുന്നത്. അത് തന്നെയാണ് ഈ പോസിറ്റീവായിട്ടുള്ളത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമുക്ക് ശേഖരിച്ച് വെക്കാൻ, നമുക്ക് അത് സംരക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പേഴ്സിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പൈസ ചിലവാക്കണം. അതുപോലെ തന്നെ നമ്മൾ പറയത്തില്ല എത്ര പൈസ കൊണ്ടുവന്നാൽ ഒരു ആശുപത്രി കേസായിട്ട് വരും എന്ന് പറയത്തില്ല. അതൊക്കെ ഈ നെഗറ്റീവിൻ്റെ ഇതായിട്ടാണ്. അങ്ങനെയൊക്കെ വന്നാൽ ഒരു ആശുപത്രി കേസിൽ വന്നാലേ നമ്മുടെ കയ്യിൽ പോക്കറ്റ് കാലിയാകും. അതുപോലൊരിതാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ കയറിയാൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾക്കൊരിതുണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ എടുത്ത് കളഞ്ഞേച്ച് പോസിറ്റീവ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയില്ല, അത് ഈ പേഴ്സ് നമ്മൾ ഈ പച്ചക്കർപ്പൂരും ഈ ഉപ്പുകല്ലും ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ലൊരു ജോലി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക്
വരുമാനം കിട്ടാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതല്ല. എനിക്ക് വരുമാനം വേണ്ടി, ഇത് എൻ്റെ ഒരു ജോലിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോസ് മാത്രമല്ല എൻ്റെ ചാനലിലൂടെ ചെയ്യുന്നത്, എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട്. വീട്ടിലെ വിശേഷങ്ങൾ, അല്ലാതെ ബ്യൂട്ടി ടിപ്സ്, ഹെയർ ടിപ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. ഞാനിത് മാത്രമായിട്ടല്ല ചെയ്യുന്നത്. പിന്നെ നമ്മളോട് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അവരും നമ്മുടെ വീഡിയോസ് കാണുകയില്ല, അവരവരുടെ കാര്യത്തിന് പോകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോസ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നാൽ പിന്നെ പേഴ്സി ഇത് വെച്ചാൽ പോരെ, ഉപ്പുകല്ലിൽ അത് വെച്ചിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് എനിക്ക് പൈസ കിട്ടുമെന്നല്ല പറഞ്ഞു. ഞാൻ ജോലി ചെയ്യണം. ഞാൻ ജോലി ചെയ്താലേ എനിക്കതിന് പ്രയോജനം കിട്ടുകയുള്ളൂ. അല്ലാതെ ഞാൻ ഈ ഉപ്പും കർപ്പൂരവും കൂടെ എൻ്റെ പേഴ്സി വെച്ച് ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കുക, വടിയും കുത്തി പിടിച്ച് എൻ്റെ വീട്ടിലോട്ട് പൈസ വന്ന് കയറുകയല്ല, ഞാൻ വേണ്ട നിങ്ങളുടെ പേഴ്സിലേക്ക് വന്നതാണെന്നും പറഞ്ഞുകൊണ്ട്. നമ്മൾ കഷ്ടപ്പെടണം, ജോലി ചെയ്യണം, അന്നേരം അതിനുള്ള പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് പറയുന്നവരാണ് ഇതൊക്കെ പറയുന്നത്. കാര്യം നിങ്ങൾ ആദ്യം വീഡിയോ മുഴുവൻ കാണുക, കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പം പേഴ്സിനകത്ത് ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. പിന്നെ കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എന്നാന്ന് ചോദിച്ചാൽ വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിക്കാതിരിക്കാനായിട്ടാണ്. മറ്റുള്ളവർക്ക് ഇത് ചിലപ്പോൾ പറയുന്നു നീണ്ടു പോകുന്നൊക്കെ തോന്നും. ഒരുപാടൊന്നും നീണ്ടു പോകുന്ന വീഡിയോസൊന്നും ഞാൻ ചിലതേ എനിക്ക് വരുന്നുള്ളൂ. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഒരെണ്ണത്തിനെ പറ്റി പറഞ്ഞു പോകുമ്പോഴാണ് നീണ്ടു പോകുന്നത്. അല്ലാത്ത വീഡിയോസൊക്കെ ഒരു 15 മിനിറ്റ് താഴെയാണ് എൻ്റെ വീഡിയോസ് മിക്കതും നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ പേഴ്സിൽ പൈസ എങ്ങനെ നിൽക്കും, നമുക്കതെങ്ങനെ അത് കരുതി വെക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. നിങ്ങൾ പേഴ്സിൽ ഇതുപോലെ പച്ചക്കർപ്പൂരവും ഉപ്പുകല്ലും വെക്കും. ഒരുപാടൊന്നും വെക്കണ്ട കേട്ടോ. ഒരു 2 കഷ്ണം പച്ചക്കർപ്പൂരം, ഒരു 2-3 കല്ലുപ്പും കൂടെ വെച്ചാൽ മതി. അതുപോലെ കല്ലുപ്പും ഗ്രാമ്പും നമ്മുടെ പേഴ്സിൽ വെക്കുന്നത് നല്ലതാണ്. കല്ലുപ്പും ഗ്രാമ്പും വെച്ചാലും നല്ല പോസിറ്റീവായിട്ടുള്ളതാണ്. ഗ്രാമ്പും നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് കിട്ടുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഇത്രയും കൂടെ എനിക്ക് തോന്നുന്നു റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് ഈ കർപ്പൂരവും ഉപ്പും കൂടെ വെക്കുമ്പോഴാണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. ചിലപ്പോൾ എൻ്റെ വിശ്വാസമായിരിക്കും അത്. നിങ്ങൾ ഇതിൽ 2 വെച്ചാലും ഗുണം ഒന്ന് തന്നെയാണ്. പക്ഷേ എൻ്റെ വിശ്വാസമായിരിക്കും. നമുക്കൊക്കെ ഓരോ വിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്, പേഴ്സിൽ പൈസ എങ്ങനെ നമുക്കതിലേക്ക് വരും എന്നുള്ളതാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ജോലിക്ക് പോവുക, പൈസ ഉണ്ടാക്കുക, അത് നഷ്ടപ്പെടാട്ട് പോകാതെ നമുക്കത് ശേഖരിച്ച് വെക്കാൻ പറ്റുന്നൊരിതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.